നമസ്കാരം. രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഹേമ റോബിൻസൺ. പ്രധാന വാർത്തകൾ. ഇടവക പ്രതിനിധി യോഗം കഴിഞ്ഞ ഞായറാഴ്ച നടന്നു. ഊട്ടുതിരുനാൾ ഒരുക്കങ്ങളെല്ലാം ഭംഗിയാക്കി ആഘോഷ കമ്മിറ്റിയും ഇടവക ജനതയും. ഊട്ടുതിരുനാൾ കാഴ്ച സമർപ്പണം നടത്തി വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ഞായറാഴ്ച ഇടവക പ്രതിനിധി യോഗം വികാരി ഫാദർ ജോൺ പാവട്ടിക്കാരൻ്റെ അധ്യക്ഷതയിൽ നടന്നു. പ്രധാന തീരുമാനങ്ങൾ: സിമിത്തേരി കപ്പേളയുടെ തൊട്ടുതാഴെ കിഴക്കുഭാഗത്തെ അടിത്തട്ടിൽ മെമ്മറി സ്ലാബ് നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. അതോടൊപ്പം സ്നേഹാലയത്തിൽ നിന്ന് വാങ്ങിച്ച സ്ഥലാതിർത്തിയിൽ മതിൽ കെട്ടുന്നതിനും തീരുമാനമായി. നവംബറിലെ ക്രിസ്തുരാജ തിരുനാൾ കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഓരോ കുടുംബ യൂണിറ്റുകളിൽ നിന്ന് 2 പേരെ വീതം സെപ്റ്റംബർ മാസത്തിലെ കുടുംബസമ്മേളനങ്ങളിൽ വെച്ച് തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചു. നാളെ നമ്മുടെ ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാ മാതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നു. തിരുനാൾ തലേദിവസമായ ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ദിവ്യബലി, തിരുനാൾ ഒരുക്ക തിരുക്കർമ്മങ്ങൾ. കാർമികൻ റെവറൻഡ് ഫാദർ ബിറ്റോ തലക്കോട്ടൂർ OFM. തുടർന്ന് പ്രസ്തേന്തി വാഴ്ചയും രൂപം എഴുന്നള്ളിച്ചു വെക്കലും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് സാധിക്കാവുന്നവരെല്ലാം ഊട്ടുസദ്യയുടെ ഒരുക്കമായി കറിക്കരിയുവാൻ കത്തിയുമായി വരാൻ അഭ്യർത്ഥിക്കുന്നു. ബാക്കിയുള്ള സഹായപ്പണികൾ വൈകിട്ടുള്ള തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം തുടരാനും അവർക്കുള്ള രാത്രി ഭക്ഷണം പള്ളിയിൽ ഒരുക്കുന്നതായും തിരുനാൾ കമ്മിറ്റി അറിയിക്കുന്നു. ഓഗസ്റ്റ് 15 ഊട്ടുതിരുനാൾ ദിന കാര്യപരിപാടികൾ. രാവിലെ 7 മണിക്ക് ഊട്ടുതിരുനാൾ സഹായ കമ്മിറ്റിക്കാർക്കുള്ള വിശുദ്ധ കുർബാന. തുടർന്ന് ഊട്ടുനേർച്ച ആശീർവാദവും നേർച്ച പാഴ്സൽ വിതരണവും. പാഴ്സൽ ഒന്നിന് 40 രൂപ. രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന, ലതീഞ്ഞ്, നൊവേന, തുടർന്ന് പ്രദക്ഷിണം. മുഖ്യ കാർമികൻ റെവറൻഡ് ഫാദർ ബിജു ആലപ്പാട്ട്, ഡയറക്ടർ സ്പിരിച്വൽ ആനിമേഷൻ സെന്റർ ആമ്പലൂർ. തിരുനാൾ സന്ദേശം റെവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ ചാലക്കൽ, റെക്ടർ മേരിമാത മേജർ സെമിനാരി. തിരുനാൾ കുർബാനയ്ക്ക് ശേഷം 11:30 പാരീഷ് ഹാളിൽ ഊട്ടുസദ്യ ആരംഭിക്കും. ഊട്ടുതിരുനാൾ സമാപനത്തിനോടനുബന്ധിച്ച് വൈകിട്ട് 6 മുതൽ 10 മണി വരെ ചാലക്കുടി കൈരളി ബാൻഡ് അവതരിപ്പിക്കുന്ന തിരുമുറ്റമേളം ഉണ്ടായിരിക്കും. എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഞായറാഴ്ച 2ാമത്തെ വിശുദ്ധ കുർബാന മധ്യേ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾ കാഴ്ച സമർപ്പണം നടത്തി. ഊട്ടുസദ്യക്കാവശ്യമായ നാളികേരമാണ് കാഴ്ചയായി സമർപ്പിച്ചത്. അറിയിപ്പുകൾ. മുണ്ടത്തിക്കോട് CLCയുടെ ആഭിമുഖ്യത്തിൽ ഊട്ടുതിരുനാൾ ദിനത്തിൽ ഐസ്ക്രീം സ്റ്റാൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് മുൻകൂർ ഓർഡർ എടുക്കാവുന്നതാണ്. അതേസമയം തന്നെ തിരുവോണത്തിന് പായസമേളയും CLC സംഘടന ഒരുക്കിയിട്ടുണ്ട്. പാലട, പരിപ്പ് എന്നീ പായസങ്ങൾ ലിറ്ററിന് 220 രൂപ വീതം. ഓഗസ്റ്റ് 16 ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദർശനസഭയുടെ യോഗം ഉണ്ടായിരിക്കും. 2ാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം KCYയും മീറ്റിംഗും നടത്തുന്നതാണ്. ഓണം സ്പെഷ്യൽ വിഭവങ്ങളുമായി KCYയും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. വിശ്വാസ പരിശീലന യൂണിറ്റ് വിസിറ്റ് ഈ ഞായറാഴ്ച ആയിരിക്കും. പതിവ് പോലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുങ്ങി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ആഴ്ചയിലെ കുടുംബസമ്മേളനങ്ങൾ. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തിരുകുടുംബം യൂണിറ്റ് അറയ്ക്കൽ എസ്തപ്പാനോസ് ജോണിയുടെ ഭവനത്തിൽ. 3:30 സെന്റ് മേരീസ് യൂണിറ്റ് ചാലക്കൽ യാക്കോബ് ജോസ്പീനിയുടെ ഭവനത്തിൽ. 4 മണിക്ക് വിശുദ്ധ മിഖായിൽ യൂണിറ്റ് പുത്തൂർ ജേക്കബ് ജെയിൻ്റെ ഭവനത്തിൽ. 4:30 സെന്റ് പീറ്റർ യൂണിറ്റ് കണനായിക്കൽ ഗ്രേസി വർഗീസിന്റെ ഭവനത്തിൽ. 5 മണിക്ക് സെന്റ് ജോർജ് യൂണിറ്റ് ചെറുവത്തൂർ ഔസേപ്പ് തോമസിന്റെ ഭവനത്തിൽ. 5:30 സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് മുട്ടത്ത് ജോർജ് റെയ്നുവിന്റെ ഭവനത്തിൽ. 6 മണിക്ക് സെന്റ് അൽഫോൺസ യൂണിറ്റ് കൈപ്പറമ്പിൽ ചാക്കു സേവ്യാറിന്റെ ഭവനത്തിൽ. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ കപ്പേളയിൽ 2ാം വെള്ളിയാഴ്ചകളിൽ നടത്താറുള്ള നൊവേന ഇന്ന് ഉണ്ടായിരിക്കുകയില്ല. പകരം ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് കപ്പേളയിൽ നൊവേന, തുടർന്ന് പള്ളിയിൽ വിശുദ്ധ കുർബാന. ഈ ആഴ്ചത്തെ വായനകൾക്ക് നേതൃത്വം നൽകേണ്ടത് ദർശനസഭ. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.